ഓരോ 8 മിനിറ്റിൽ നടക്കുന്ന പ്രസവത്തിൽ ഒരു കുഞ്ഞ് ജനിതകപരമായ ഹൃദയ പ്രശ്നങ്ങളുമായിട്ട് ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു കണക്ക്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി പറയാൻ സാധിക്കുമോ എന്നുള്ളത് പലർക്കും അറിയില്ല. പഠനങ്ങൾ കാണിക്കുന്നത് ചില പ്രത്യേക മരുന്നുകൾ, എന്ന് വെച്ചാൽ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ഗർഭകാലത്ത് മാതാവ് കഴിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് കേടുകൾ വരാനുള്ള സാധ്യത 3 ഇരട്ടിയിലധികമാണ്. മറ്റൊരു പ്രധാന കാരണം മുഖക്കുരുവിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളും, ഡിപ്രഷൻ ഉപയോഗിക്കുന്ന മരുന്നുകളും, അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, BP-ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഇതെല്ലാം വളരെ സൂക്ഷിച്ചിട്ട് വേണം ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ മാതാവിന് ഷുഗറിന്റെ അവസ്ഥ, അതായത് പ്രമേഹം പ്രത്യേകമായിട്ട് വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഹാർട്ടിന്റെ പ്രശ്നം വരാനുള്ള സാധ്യത 4 ഇരട്ടിയിലധികമാണ്. മറ്റൊരു പ്രധാന കാരണം ജനിതകമാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ കുട്ടികൾക്ക് ജന്മനാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ കുടുംബത്തിൽ വേറെ കുഞ്ഞുങ്ങൾക്കും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത 80% ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. മറ്റൊരു പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. ഇന്ത്യയിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും മാതാവിന്റെ പുകവലി കാരണം കുട്ടികളുടെ ഹൃദയ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറ്. ഗർഭകാലത്ത് സംഭവിക്കുന്ന റുബല്ല എന്ന് പറയുന്ന ഇൻഫെക്ഷൻ, ഇതെല്ലാം കുട്ടിയെ ബാധിക്കാം. മാതാവിന്റെ ഭക്ഷണത്തിലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതല്ലെങ്കിൽ ഫോളിക് ആസിഡ് പോലുള്ള വൈറ്റമിൻസിന്റെ കുറവ്, ഇതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആൽക്കഹോൾ മറ്റൊരു പ്രധാന കാരണമാണ്. കുഞ്ഞിന്റെ ഹൃദയം രൂപപ്പെടുന്നത് 5ാമത്തെയും 9ാമത്തെയും ആഴ്ചയുടെ ഇടയിലാണ്. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് കേടുകൾ സംഭവിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ സമയത്ത് മാതാവിന് വരുന്ന ഇൻഫെക്ഷനുകൾ, മാതാവ് ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകൾ എല്ലാം വളരെ സൂക്ഷിച്ചിട്ട് വേണം. ഗർഭാവസ്ഥയിൽ തന്നെ മാതാവിന് ചെയ്യുന്ന സ്കാനിങ്ങിലൂടെ പലപ്പോഴും കുട്ടിയുടെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാറുണ്ട്.